ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. സന്തോഷത്തോടെ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം ഒരു വ്യക്തി വായിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 52. ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വചനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവ്, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ വൈകിയ വേളയിൽ കർത്താവ്, അങ്ങയുടെ മകനായ എനിക്ക് ഇവിടെ കടന്നു വന്ന് കർത്താവേ, അല്പസമയം വചനമായിട്ട് നോക്കുക. അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഓരോ വാക്ക് അങ്ങയുടെ മക്കൾക്ക് ഹിതമായി തീരുക. അങ്ങ് കൃപ ചെയ്തതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് എന്നെ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. വിക്കനായ മോശയോട് കൂടി സംസാരിച്ച ദൈവത്തിന് കൃപയിൽ സാന്നിധ്യം ഇന്ന് ഈ രാത്രികാലം ഇവിടെ വ്യാപരിപ്പാൻ പോകുന്ന വൻ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. അങ്ങയുടെ മക്കളോട് അങ്ങ് ഇടപെടണമേ. അങ്ങ് സംസാരിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. വചനം സംസാരിക്കുന്ന കർത്താവ് മകനെ അങ്ങ് ശക്തീകരിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. യേശുനാഥന്റെ പിതാവേ, ആമേൻ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നു, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 46-ാമത്തെ വാക്യം നാം നോക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, അവർ യെരിഹോവിൽ എത്തി എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവർ, അതായത് യേശുവും യേശുവിൻ്റെ കൂടെയുള്ളവരും, ഹല്ലേലൂയ, യെരിഹോവിൽ എത്തി. നമുക്കറിയാം, യേശു കർത്താവ്, ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയ അല്ലെങ്കിൽ പട്ടണത്തിൽ, നമുക്കറിയാം യേശു കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ, ഹല്ലേലൂയ, യേശു കർത്താവ്, ഹല്ലേലൂയ, ഓരോ പട്ടണങ്ങൾ തോറും കടന്നു ചെന്ന് സുവിശേഷീകരിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും, ഹല്ലേലൂയ, അതുപോലെ രോഗികൾ, മനം തകർന്നവർ, പ്രയാസപ്പെടുന്നവർ, ഭാരപ്പെടുന്നവരെ, ഹല്ലേലൂയ, സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, ബൈബിൾ വായിക്കുന്ന സമയത്ത് യേശു കർത്താവ്. അങ്ങനെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അടങ്ങി ഇരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയല്ല യേശു കർത്താവ്. പല പട്ടണങ്ങൾ തോറും രാജ്യങ്ങൾ കടന്നു ചെന്ന്, ഹല്ലേലൂയ, ശുശ്രൂഷകൾ ചെയ്ത ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തു വന്ന സമയത്ത് യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരിക്കൽ യേശു കർത്താവ് എത്തി. ആമേ, സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശുവും തൻ്റെ ശിഷ്യന്മാരും അങ്ങനെ വലിയ ഒരു പുരുഷാരത്തോടു കൂടി യെരിഹോവിൽ നിന്ന് അടുത്ത് പുറപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യെരിഹോവിൽ എത്തി അടുത്ത് താനും തൻ്റെ ഹല്ലേലൂയ കൂടെ ഇരുന്ന പുരുഷാരങ്ങളോടും ഒരുമിച്ച് മറ്റ് ഒരു ഭാഗത്തേക്ക് യേശു കർത്താവ് പോവുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നു കൊണ്ടുള്ള ശുശ്രൂഷയല്ല. യെരിഹോ പട്ടണം കഴിഞ്ഞ് അടുത്ത പട്ടണത്തിലേക്ക് യേശു കർത്താവ് പോവുകയാണ്. ആ സമയത്താണ്, ഹല്ലേലൂയ, നമുക്കറിയാം, ഒരു മന്ത്രി വന്നാൽ നമുക്കറിയാം ഒരുപാട് പുരുഷാർ തിങ്ങിക്കൂടും. അവിടെ ഭയങ്കരമായ ബഹളങ്ങളുണ്ടാവും. ഹല്ലേലൂയ. നമ്മുടെ മന്ത്രി മരിച്ച സമയത്ത് തന്നെ, ഹല്ലേലൂയ, അനേകം വ്യക്തികൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുവാനിടയായി. അതുപോലെ തന്നെ യേശു കർത്താവ് വരുമ്പോൾ, ഹല്ലേലൂയ, കാര്യം അനേകം പേർക്കറിയാം, യേശു വന്നാൽ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. അവിടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് പല വ്യക്തി ജീവിതങ്ങൾ എവിടെ ആരൊക്കെ യേശു വന്നു എന്ന് കേട്ടറിഞ്ഞാൽ അവിടെ ഓടിയെത്തും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടൊരു വ്യക്തി അവിടെ ഇരിക്കുകയാണ്. അതായത് അവന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി അവിടെ ഇരിക്കുകയാണ്. അതായത് അവൻ്റെ പേര് ബർത്തുമ എന്നാണ്. അവൻ്റെ പേര് തുമായുടെ മകനായ ബർത്തുമ എന്ന ഒരു കുരുടനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവന് കാഴ്ചയില്ല, എന്നാൽ അവന് ചെവി കേൾക്കാം. ഹല്ലേലൂയ. അവന് കാഴ്ചയില്ല, മറിച്ച് അവൻ എന്ത് ചെയ്യാം? ചെവി കേൾക്കാം. അപ്പോൾ അവന് ഉള്ള കഴിവ് വെച്ച് അവൻ മനസ്സിലാക്കുകയാണ്, നസ്രനായ യേശു കർത്താവ് ഇന്ന് യെരിഹോ പട്ടണത്തിലേക്ക് വന്നു എന്നവൻ മനസ്സിലാക്കി. രണ്ടാമത് അവൻ മനസ്സിലാക്കിയത് അവൻ അവിടെ നിന്ന് പോകുന്നുവെന്നാണ്. ഹല്ലേലൂയ. ആ സമയത്താണ് അവൻ്റെ ജീവിതത്തിലേക്ക്, ഹല്ലേലൂയ, ഭയങ്കരമായ ഒരു ഉഷ്ണത അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. യേശു കടന്നു വന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷമുണ്ടായെങ്കിൽ അവ യെരിഹോ പട്ടണത്തിൽ നിന്ന്, ഹല്ലേലൂയ, യേശു കർത്താവ് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് നിലവിളിക്കുവാൻ അവൻ തുടങ്ങി. ഹല്ലേലൂയ. യേശു കർത്താവ് ഇന്ന് ആ യെരിഹോ പട്ടണത്തിൽ നിന്ന് പോയ അവൻ്റെ ഒരു ചാൻസ് നഷ്ടമാകും.
ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അവൻ അവിടെ ഇരുന്നു കൊണ്ട് യേശുവാണ് വന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. അവൻ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. തിമയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ ഹല്ലേലൂയ നസ്രനായ യേശു എന്ന് അറിഞ്ഞതിന് ശേഷം യേശു ആ ഭാഗം വിട്ട് ഹല്ലേലൂയ കടന്നു പോകുവാൻ സമയമായപ്പോൾ അവിടെ നിന്ന് എഴുതിയിരിക്കുകയാണ് ഹല്ലേലൂയ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഹല്ലേലൂയ അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനറിയാ എന്റെ ശബ്ദം യേശു കർത്താവ് കേട്ടില്ലെങ്കിൽ യേശു കർത്താവ് യെരിഹോ പട്ടണത്തിൽ നിന്ന് കടന്നു പോകുവായാൽ എന്റെ കാഴ്ച ലഭിക്കില്ല. ഹല്ലേലൂയ. അവന്റെ അത്രയും നാളത്തെ ആഗ്രഹമാണ്. അവൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ ആ സമയത്ത് യേശു കർത്താവ് വന്നെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അതിയായ സന്തോഷമുണ്ടായി. എന്നാൽ യേശു കർത്താവ് യെരിഹോ എന്ന പട്ടണത്തിൽ നിന്ന് യാത്ര തിരിച്ചു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിലവിളിയായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു. ഹല്ലേലൂയ. നസ്രനായ യേശു യേശു എന്ന് ഹല്ലേലൂയ അവൻ ഉറക്കെ വിളിച്ചു. കാരണം അവൻ ഉറക്കെ നിലവിളിച്ചുവെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ അത്രത്തോളം അവൻ്റെ ആവശ്യം, അവൻ്റെ ജീവിതത്തിൽ അത്രത്തോളം വിശ്വാസം അവന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു. എന്റെ നിലവിളി എന്റെ യേശു കർത്താവ് കേട്ട് എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഹല്ലേലൂയ അവന് ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പകൽക്കാല ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതമേ ഹല്ലേലൂയ ഇന്ന് നമുക്കറിയാം, നമ്മളെ യേശു കണ്ട, നമ്മുടെ നിലവിളി കേട്ട, നമ്മുടെ പ്രാർത്ഥന കേട്ട അതിന് മറുപടി അയക്കുന്ന ഒരു ദൈവമുണ്ട്, അതിന് വിടുതലയക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അത്രേ ഹല്ലേലൂയ ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസം ഈ രാത്രികാല ഹല്ലേലൂയ ഇവിടെ കടന്നു വന്നത് ആ വിടുതൽ പ്രാപിച്ചെടുക്കേണ്ട അത്ര ഇന്ന് രാജാതി രാജാവ് കർത്താവായ നമ്മുടെ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോ ആരാധിക്കുമ്പോ ഹല്ലേലൂയ നിന്നെ പിടിച്ചുയർത്തുക എന്റെ ദൈവം ശക്തി. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവൻ അവിടെ ഇരുന്നുകൊണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി. നസ്രനായ യേശു എന്ന് ഹല്ലേലൂയ അവിടുന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. എന്നാൽ അവന്റെ ഹല്ലേലൂയ അവന്റെ അടുത്ത് പലതിനും ഉണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, ചർച്ചക്കാരുണ്ടായിരുന്നു, അയൽക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ അവന്റെ കൂടെ നടന്ന പലരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവന്റെ അവരെക്കാളും ആവശ്യം ഇവനായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പം ഇരുട്ട് മങ്ങിക്കിടക്കുകയാണ്. നമുക്കറിയാം, നാം കണ്ണുനടച്ചാൽ കാണുന്നത് ഇരുട്ടാണ്. കണ്ണുനടച്ചാൽ കാണുന്ന ഇരുട്ടാണ്, എന്നാൽ കേൾക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം ഫിഷ എടുക്കലാണ്. കാരണം അവനറിയാം, കാഴ്ച എനിക്ക് ലഭിച്ചാൽ അവൻ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. അവൻ്റെ ജീവിതത്തിലേക്ക് വ്യത്യാസം വന്നാൽ അവൻ ഫിഷ എടുക്കുന്നതെന്ന് എഴിച്ചു പോകും. ഹല്ലേലൂയ. അതാണ് അവൻ്റെ വിശ്വാസം. നസ്രനായ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്നാൽ, എന്നെ തൊട്ടാൽ, എന്നെ സൗഖ്യമാക്കിയ ഞാൻ ഹല്ലേലൂയ ഇന്ന് വരെ ഞാൻ ഫിഷ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിയാണ്. എനിക്ക് കാഴ്ച ലഭിച്ചാൽ അവൻ്റെ അപ്പനെ നോക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുവരെ അവൻ ഫിഷ എടുത്ത അവൻ ജീവിക്കുന്നത്. എന്നാൽ അവൻ ഒരു ജോലിക്കും പോകാതെ വന്ന അവന് തടസ്സം നിൽക്കുന്നത് അവൻ്റെ കാഴ്ചയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ ഇന്ന് യേശു നമ്മുടെ കർത്താവ് ഉള്ളിൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കാഴ്ചകൾ പഴയ കാഴ്ചയല്ല. ഹല്ലേലൂയ മങ്ങലേറ്റ് കിടക്കുന്ന പല കാഴ്ചകൾ ഹല്ലേലൂയ ഇന്ന് പുതിയ ജീവൻ പ്രാപിക്കേണ്ട ഒരു സമയത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അവൻ ഹല്ലേലൂയ അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. യേശുവേ ദാവീദ് പുത്ര എന്ന്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പോരാട്ടങ്ങളും പ്രശ്നങ്ങളുമാണ്. കൂടെയുള്ളവർ പറയുകയാണ്, നീ മൗനമായിട്ടിരിയ, നീ ഊമനായിട്ടിരിയെന്ന്. ഹല്ലേലൂയ. ഇതുപോലെയാണ് പല ആത്മീയ മണ്ഡലത്തിലെ ഹല്ലേലൂയ നാം മുന്നേറാൻ
വേണ്ടിയിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരു അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ കടന്നു പോകുന്ന സമയത്ത് ഹല്ലേലൂയ പലരും നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി, നീ അവിടെ പോകണ്ട, നീ ഇവിടെ പോകണ്ട, അവിടെ ആരാധനയ്ക്ക് പോകണ്ട. ഹല്ലേലൂയ വീട്ടിൽ ഇരുന്നാൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് പറയും. ഹല്ലേലൂയ എങ്ങനെ? വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ ദൈവം കേൾക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നീ ഇന്ന് ഈ രാത്രികാല ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അതിൽ കീഴ്പ്പെടുമ്പോൾ അത്രേ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനെയാണ്. ചിലർ ആരാധനയ്ക്ക് വരാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഉറക്കങ്ങൾ പോകും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് പോകാതിരുന്നപ്പോൾ എൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവൻ ആരാധനയ്ക്ക് വന്നു തുടങ്ങിയപ്പോൾ അവൻ ഉറക്കം കിട്ടി. ഹല്ലേലൂയ. സന്തോഷമല്ലേ ഉറക്കം കിട്ടിയപ്പോൾ? ആമേൻ, സ്തോത്രം. ആരാധനയ്ക്ക് വന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രൈസ് ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്താണ്. വന്നപ്പോൾ അവന് ഉറക്കം കിട്ടി. ഇപ്പം അവൻ്റെ അമ്മയ്ക്ക് ഉറക്കമില്ല. അവൻ്റെ അമ്മയ്ക്ക് ഉറക്കമില്ല. ഇപ്പം അവൻ്റെ അമ്മ പറയുകയാണ്, എനിക്കും വരണം അവിടെ, എനിക്കും ദൈവത്തെ ആരാധിക്കാൻ അവിടെ വരണം. ഹല്ലേലൂയ. അവൻ്റെ അമ്മ പറഞ്ഞതാണ്, നീ നല്ല സ്ഥലത്താണല്ലോ പോയി ദൈവത്തെ ആരാധിക്കുന്നതെന്ന് അവൻ്റെ അമ്മ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത്. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദൂരമുണ്ട്, എന്നാൽ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് അവൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. കാരണം അവരുടെ മകന് കിട്ടിയ ഉറക്കം അമ്മയ്ക്കും കിട്ടണം. ഹല്ലേലൂയ. അത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്കുറക്കമുണ്ട്. ഞാൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ രാത്രിയുടെ കാര്യമാണ് പറഞ്ഞത്. രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നു, അല്ലെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല. അതാ പറയുന്നത്. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് തരാം. അവൻ വരേണ്ടടുത്ത് വന്നപ്പോൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അതുവരെ രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു മാറ്റം കൊടുത്തു. അവന് രാത്രി ഉറങ്ങുക, സുഖകരമായിട്ട് ഉറങ്ങുക നല്ല ദൈവം ഒരു അവസരം കൊടുത്തു. ആ സമയത്ത് അവൻ നന്നായിട്ട് ഉറങ്ങുമ്പോൾ അവൻ്റെ അമ്മ കണ്ണുമിഴിച്ചിരിക്കുകയാണ്, ഉറങ്ങാൻ കഴിയാതെ. ഹല്ലേലൂയ. അവൻ്റെ അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, ഇത് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചതുകൊണ്ടാണ് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്നതെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ ബർത്തിമേയെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബർത്തിമേയ അവൻ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി, അപേക്ഷിക്കുവാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാർ പ്രകാരമാണ് പറയുന്നത്, ഞാൻ തന്നെ വായിക്കാം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ആദ്യം നിലവിളിച്ചു എന്നും രണ്ടാമത് അതിനേക്കാൾ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നും വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ 2 തവണ അവൻ വിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് യേശു കർത്താവ് നിന്നത്. ആദ്യം അവൻ നിലവിളിച്ച സമയത്ത് പലരും പറഞ്ഞു, നീ മൗനമായിട്ടിരി, ഊമനായിട്ട് നീ അടങ്ങിയിരി എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കേൾക്കാതെ പ്രതികൂലത്തിൽ അതിജീവിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ പലപ്പോഴും പല വാക്കുകൾ കേട്ട് വീഴ്ന്നു പോകുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ ഹല്ലേലൂയ കിട്ടാത്തത്. അതിന് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഒരു വ്യക്തി ഹല്ലേലൂയ എങ്ങനെ നടന്നു പോവുകയാണ്, വഴിയിൽ കൂടി നടന്നു പോകുന്നു. അതായത് ഒരു കാട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെ വെച്ചോളാം. അപ്പോൾ അവിടെ ഒരു കൊക്ക പോലെ താഴോട്ടൊരു കൊക്കയുണ്ട്. അപ്പോൾ ഈ കൊക്കയിൽ ഈ പുള്ളിക്കാരിങ്ങനെ നടന്ന് പോവുകയാണ്. പോയ സമയത്ത് ഈ പുള്ളിക്കാരെന്ത് ചെയ്യുന്ന കൊക്കയിലോട്ട് വീഴുന്നു. അവ താഴ്ന്നു പോവുകയാണ്. പോയ സമയത്ത് ഹല്ലേലൂയ ഇവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു. അപ്പം ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം മോനെ, ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിലടുത്തൊരു കമ്പുണ്ട്, ഞാൻ പിടിച്ചോളാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരങ്ങനെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഈ 2 കൈയും വെച്ച് ഇങ്ങനെ മുറുക്കി പിടിച്ചു, 2 കൈയും മുറുക്കി പിടിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവൻ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കൈ വേദനിക്കുവാൻ തുടങ്ങി. കുറേ സമയമായി പിടിക്കാൻ തുടങ്ങിയിട്ട്, കുറേ സമയമായി. അപ്പോൾ 2 കൈ വേദനിക്കാൻ തുടങ്ങി. അപ്പം അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ എന്ത് ചെയ്യട്ടെ? അപ്പോൾ കർത്താവ് മറുപടി പറയുകയാണ്, മോനെ നീ ഒരു കാര്യം ചെയ്യും, ആ 2 കൈയും വിട്ടോളാൻ പറഞ്ഞു. 2 കൈയും വിട്ടോ. അപ്പോൾ ഇതുവരെ കൈ വേദനിച്ചു, എത്രയെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് നിൽക്കാനാ, ഒരു പരിധിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്. നേരം വെളുക്കണവരെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ടേ? രാത്രി കുറേ നേരമായി, 1 മണിക്കൂറായി 2 മണിക്കൂറായി. കൈ വേദനിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്ത് ചെയ്തിട്ട്? മോനെ നീ കൈ വിട്. ഇവൻ വിട്ടില്ല. ഇവനറിയാൻ വിട്ടാൽ എന്ത് ചെയ്യും? താഴെ പോകും. ഇവൻ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ദൈവം പിടിക്കാൻ പറഞ്ഞു, പിടിച്ചു. വിടാൻ പറഞ്ഞു, വിട്ടില്ല.
ഹല്ലേലൂയ. ആ പിടിച്ചോണ്ട് നിൽക്കുക. അപ്പം നേരം വെളുക്കുകയാണ്, രാത്രിയാണ് സംഭവം, നേരം വെളുക്കുന്നു. ആ പിടിച്ചോണ്ട് നിന്നവൻ താഴോട്ട് നോക്കിയപ്പോൾ നിലത്ത് കാല് തൊട്ടില്ല. ഹല്ലേലൂയ. കാല് നിലത്ത് തൊടാറായപ്പോഴാണ് ദൈവം പറഞ്ഞത്, മോനെ നീ നിർത്തുന്നു. അവൻ രാത്രി ആയതുകൊണ്ട് കണ്ടില്ല, മനസ്സിലായില്ല. അപ്പൊ ദൈവം പറഞ്ഞത് കേട്ടിരുന്നു എങ്കിൽ അവൻ ആ നേരം വെളുക്കുന്നതുവരെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് ഇന്ന് പലയിടത്തും നടക്കുന്നത്. ഹല്ലേലൂയ. വിടാൻ പറഞ്ഞാൽ ചിലത് വിടില്ല, പിടിക്കാൻ പറഞ്ഞാൽ ചിലത് പിടിക്കില്ല. ഹല്ലേലൂയ. ചിലത് കേൾക്കും, ചിലത് കേൾക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണം, വിടാൻ പറഞ്ഞാൽ വിടണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവസാനം വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. അവസാനം ഹല്ലേലൂയ ഇവരെ നേരം വെളുക്കുന്നവരെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അതാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ പറയുന്നു. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ നമുക്ക് യശയാ പറയുന്ന നമുക്ക് സമയത്ത് അവിടെ 58:1 പറയുന്നു, ഉറക്കെ നിലവിളിക്കാൻ പറഞ്ഞു. ഈ ബൈബിളിലെ പല ഭാഗങ്ങളിൽ ഹല്ലേലൂയ നിലവിളിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അവൻ അറിയുക, അതുകൊണ്ടാണ് അവൻ നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അറിവുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അത് അനുഗ്രഹത്തിനൊരു കാരണമായി തീരുക. ഹല്ലേലൂയ. അതുപോലെ അവൻ അവിടെ നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദാവീദ് പുത്ര യേശുവേ എൻ്റെ ഹല്ലേലൂയ എന്നവൻ നിലവിളിക്കാൻ തുടങ്ങി. പലരും അവനെ ശാസിച്ചിട്ടും എന്ത് ചെയ്യുന്നറിയാമോ? അതൊന്നും അവൻ കേൾക്കില്ല. അവൻ്റെ അവൻ്റെ എയിം നസറനായ യേശു കർത്താവായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ എയിം യേശു കർത്താവ്. അവിടെ ഇരുന്ന പ്രതികൂലമല്ല അവൻ നോക്കിയത്, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമല്ല അവൻ നോക്കിയത്. ഹല്ലേലൂയ. അവൻ നോക്കിയത് യേശു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ അവർ യേശു കർത്താവ്. ആ സമയത്താണ് യേശു കർത്താവ് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് യേശു കർത്താവ് ആ സമയത്ത് നിന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് അവിടെ നിന്നു, അല്ലേ? അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് യേശു നിന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം അവനെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവനെ ധൈര്യപ്പെടുത്തി. കാരണം ധൈര്യപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവനെ പലരും ശാസിച്ചു. അവനെക്കാൾ കഴിവുള്ളവർ, പ്രാഗൽഭ്യമുള്ളവർ, കാഴ്ചയുള്ളവർ, അവനെക്കാളും ഹല്ലേലൂയ അവനെക്കാൾ ഉന്നതിയിലായിരിക്കുന്ന പലരുമാണ് അവനെ ഹല്ലേലൂയ അവൻ യേശുവിനെ നിലവിളിച്ച സമയത്ത് അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഹല്ലേലൂയ. എങ്കിലും അവൻ്റെ ആ ഭയപ്പാട് കണ്ട് ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ അവനെ ധൈര്യപ്പെടുത്തി. ധൈര്യമില്ലാത്തവർ ധൈര്യം കൊടുക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് പേടിച്ച് ഓടേണ്ട ഒരു കാര്യമില്ല. ധൈര്യം തരുന്ന ഒരുവൻ്റെ അത്രേ ഹല്ലേലൂയ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവിടെ യേശു നിന്നു അവനെ ധൈര്യപ്പെടുത്തുക, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. അങ്ങനെ കുരുടനെ വിളിച്ചിട്ട് ഹല്ലേലൂയ അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞിട്ട് അവൻ ചാടി എഴുന്നേറ്റു. യേശു അവനെ വിളിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് അതുവരെ അവൻ മൂടി പുതച്ച് കിടന്നിരുന്ന ആ പുതപ്പിനെ ഇട്ട് കളഞ്ഞിട്ട്, അതായത് അവൻ അതുവരെ ആശ്രയകരമായിരുന്ന ആ പുതപ്പിനെ ഹല്ലേലൂയ അവൻ ഇട്ട് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ആശ്രയമായിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ട്. ആ ആശ്രയമായിരിക്കുന്ന പല വിഷയങ്ങളെ കളഞ്ഞിട്ട് ഹല്ലേലൂയ ഇന്ന് ഈ രാത്രികാല നമുക്കും യേശുവിനെ ഒരിക്കൽ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരിക്കൽ കൂടി വിശ്വാസ വർധനവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാകുക. ഹല്ലേലൂയ. വിശ്വാസം ഇല്ലാത്തതല്ല, വിശ്വാസം നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുവാൻ അതിടയാകും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അങ്ങനെ യേശു കർത്താവ് വന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ എന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചിന് അവൻ പറയുകയാണ്, റബ്ബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. റബ്ബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ കുരുടനാണ്, ഞാൻ കാഴ്ച ഇല്ലാത്തവനാണ്. ഹല്ലേലൂയ. കാഴ്ച ഇല്ലാത്തത് മുഖാന്തരം ഞാൻ
എന്താണ് തെരുവീതികൾ ഇരുന്നു കൊണ്ട് ഫിഷ എടുത്താണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ അവസ്ഥകൾക്കൊരു വ്യത്യാസം തരണമെന്ന് അവൻ ഹല്ലേലൂയ യേശുവോട് അപേക്ഷിച്ചപ്പോൾ ഹല്ലേലൂയ യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് തന്നെ ഹല്ലേലൂയ അവൻ കാഴ്ച പ്രാപിച്ചു. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുക. ഹല്ലേലൂയ. അങ്ങനെ തിമയുടെ മകനായ ബർത്തിമായിക്കുണ്ടായ ആ ഒരു വിശ്വാസ, അവന്റെ ജീവിതത്തിലേക്ക് വന്ന പല പോരാട്ടങ്ങൾ, പല പ്രശ്നങ്ങൾ ഹല്ലേലൂയ എല്ലാം എതിരായിട്ട് വന്നാല് അവൻ അതിനെല്ലാം അതിജീവിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ അനുഗ്രഹം ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് ദൈവ പൈതലായിരിക്കുന്ന പ്രിയമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പോരാട്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഹല്ലേലൂയ തരണം ചെയ്യേണ്ട അവസ്ഥകളുണ്ട്. അത് ഹല്ലേലൂയ തരണം ചെയ്യുമ്പോൾ അത്രേ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പ്രാപിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ ബർത്തിമയുടെ ജീവിതത്തിലേക്ക് അവൻ പ്രതികൂലത്തെ കണ്ട് ഹല്ലേലൂയ മറിഞ്ഞു പോയിരുന്നു എങ്കിൽ, ഹല്ലേലൂയ അവൻ തളർന്നു പോയിരുന്നു എങ്കിൽ അവൻ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ രാത്രികാല നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന തിന്മ എല്ലാം നന്മയ്ക്കായിട്ട് അത്രേ, എല്ലാ തിന്മയോ, എല്ലാ പ്രതികൂലങ്ങള്, എല്ലാ പ്രശ്നങ്ങള് അത് വലിയൊരു നന്മയ്ക്കായിട്ട് അത്രേ. ഹല്ലേലൂയ. ആ ദൈവത്തെ രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. രാജാവി രാജാവ്, കർത്താവി കർത്താവുമായ നമ്മുടെ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മെ വിടിയിക്കുക, നമ്മെ അനുഗ്രഹിക്കുക. നിന്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് അത്രേ നസ്രനായ യേശു കർത്താവ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഇന്ന് നാം ഇവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തെ ഹല്ലേലൂയ നാം ഈ രാത്രികാല ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ബർത്തിമായുടെ ആ വിശ്വാസം നമുക്ക് ഉറച്ചെടുക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ ഹല്ലേലൂയ ഈ ബർത്തിമായുടെ വചനം കേട്ടത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലേക്കും പോരാട്ടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ നാം ഹല്ലേലൂയ ആ വിശ്വാസത്തിന്റെ അടിയുറക്കി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വാസ്തവമായിട്ട് ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കാൻ സാധിക്കുക. അതിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിച്ച് തരണമേ എന്ന് ദൈവത്തോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അപ്പാ എൻ്റെ വിശ്വാസത്തെ എനിക്ക് വർദ്ധിപ്പിച്ച് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനം ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു ഈ രാത്രികാല ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പാ ഹല്ലേലൂയ എൻ്റെ വിശ്വാസത്തെ പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ എൻ്റെ വിശ്വാസം പലപ്പോഴും ചോർന്നു പോയിട്ടുണ്ട്. ഒരു കലത്തിൽ നിന്ന് ഓരോ തുള്ളി ജലം പോകും പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവേ എൻ്റെ വിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തെ നിറയ്ക്കണമേ. ഇന്ന് കണ്ട വിശ്വാസമല്ല, ഇതിനേക്കാൾ മേൽത്തരമായ ഒരു വിശ്വാസം, അടിയുറച്ച ഒരു വിശ്വാസം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഉറപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ രാത്രികാലത്ത് നന്ദി പറയുന്നു. കർത്താവ് ചെറിയൊരു വചനം ഞങ്ങളുടെ മക്കളോട് സംസാരിക്കുക എനിക്ക് തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് ശക്തീകരിച്ച ബലപ്പെടുത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ കേട്ട മക്കളങ്ങ് അനുഗ്രഹിക്കണം. അപ്പോൾ ഈ വചനം സംസാരിച്ച് മകനെ കർത്താവ് അടിനെ ഒരിക്കൽ കൂടി കർത്താവ് വിശ്വാസവർദ്ധന എത്തിക്കുവാനങ്ങ് സഹായിക്കണമേ. അങ്ങ് ശക്തീകരിക്കണം. അപ്പോൾ ബലപ്പെടുത്തുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അപ്പൻ്റെ കാര്യങ്ങളിലേക്ക്, സകല മഹത്വം അപ്പൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.